ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് യൂറോപ്യൻ നാഷണൽ. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൈനൽ സ്പെയിൻ വിസിസ് പോർച്ചുഗലാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത്. ഗൈസ്, നമുക്ക് തുടങ്ങിക്കളയാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ അടിച്ചങ്ങോട്ട് അമർത്തിക്കോട്ടോ. ഗൈസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, നമുക്ക് പോർച്ചുഗലിൻ്റെ ഡ്രസ്സ്, സ്പെയിൻ ഇതുണ്ട്. നമുക്ക് സ്പെയിൻ ഇതെടുക്കാം. പോർച്ചുഗലിന് ഹോം സെറ്റും ഉണ്ടാ. ഇതെടുത്താലോ? വേണ്ട, ഇതെടുക്കാം. ഫൈനലിൽ ഇത് തന്നെ ഇത് പോർച്ചുഗലിൽ നമുക്കിത് ഈ വൈറ്റ് റെഡ് എടുത്താൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ നമുക്ക് ഇതെടുക്കാം. ഫൈനലിൽ നമ്മൾ ഇതെടുത്തിരിക്കുന്നു. അപ്പോൾ ഗായ്സ്, നമുക്കപ്പോൾ ഫൈനലിലൊക്കെ കേൾക്കാം. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവനെ മാറ്റിയിട്ട് നമുക്ക് റൂബിന് വേണം. റൂബിന് വേണ്ട, നമുക്ക് ഇവനെ കയറ്റാം. ഉണ്ടെങ്കിൽ വേണം ഇവനെയും കയറ്റാം. ഗൈസ്, നമുക്ക് തുടങ്ങാണ്. നമ്മൾ ഇതിനെ സോപ്പ് മുറിക്കണം ആമതോന്നു ടെക്സില കൊള്ളാലോ. എന്നാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്പെയിൻ വിസിസ് പോർച്ചുഗൽ യൂറോപ്യൻ നാഷണൽ ഫൈനൽ നടക്കാൻ പോകണം. ഗൈസ്, ലക്ഷ്മിമാൽ നമ്മുടെ ഓക്കെ ഫസ്റ്റിന് അവിടെ കിട്ടിയിട്ടുണ്ട്. ഫൈനലാണ് നടക്കുന്നത്. അത് ഓർത്ത് വേണം നമുക്ക് കളിക്കാൻ. ഫൈനൽ സ്പെയിൻ ഈ വർഷം ഫിഫ വേൾഡ് കപ്പിലും ഇങ്ങനെ സ്പെയിൻ ഫൈനലിൽ കയറിയിട്ട് ഗൈസ്. ഇതൊക്കെ വന്നാൽ ഈ ഗെയിമിൽ നമുക്ക് പോർച്ചുഗലിൽ കളി കൊടുക്കണം. കിട്ടി ഇത് വരാൻ പറ്റൂല ഗൈസ്. പാസ് നല്ല അവസരം. ഗോൾ ഗൈസ്, നമ്മളൊരു ഗോൾ അടിച്ചിരിക്കുന്നത്. നമ്മൾ റൊണാൾഡോ സ്പെയിൻ്റെ ഫൈനലിൽ ഒരു ഗോൾ അടിച്ചിരിക്കുന്നു. ഗാസിയസ് എങ്ങനെയാ ഗോൾ അടിച്ചിരിക്കണമെന്ന് കണ്ടേ. ജസ്റ്റ് അതെ ഇവന് കൊടുത്തു. ഗോൾ കീപ്പറിൻ്റെ തട്ടി അവൻ ഗോൾ കീപ്പർ വീണവൻ. ഗൈസ്, നമുക്ക് അടുത്ത് കിട്ടുന്നില്ല. ലമാലിൻ്റെ കയ്യിലാണിപ്പോൾ. ലമാലിൻ്റെ കയ്യിലാണിപ്പോൾ. സ്ലൈഡ് പാസ്. പാസ് എടുക്കാം. ചിലപ്പോൾ കയറും. പിടിച്ച് കുറച്ചും കൂടി നമുക്ക് പൊക്കി അടിക്കാനും ഇവിടെ നമ്മൾ ചൂട് ഫൗളാണ് ചെയ്യുന്നത് നമ്മൾ. വരാം. യമാലിൻ്റെ ഇല്ലെന്ന് ലമീൻ യമാൽ. റൊണാൾഡോൻ്റെ അത്ര മരത്തില്ല യമാൽ. അടുത്ത് നമുക്ക് ഗെയിമിൽ ഏത് ടീമാണ് കളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടെ കളിക്കുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കൊടുത്താൽ മതി. പിടിക്യൂസ് അവർ ഗോൾ അടിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞില്ല, അവർ നല്ല കളിക്കാൻ. നിങ്ങൾ പറഞ്ഞാൽ മതി ഏത് ടീമാണ് അടുത്തത് വേണ്ടതെന്ന് നോക്കാം. ആ ടീമിൽ ഞങ്ങൾക്ക് എടുക്കുന്നതായിരിക്കും. റൊണാൾഡോക്ക് മാത്രമേ എങ്ങനെ റീപ്ലേസ്മെന്റ് ചെയ്യണം.
ഇവനാക്കാം. ഓക്കെ കിട്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ ഗോൾ അടിച്ചിരിക്കുന്നത് എങ്ങനെ? നമ്മൾ പെനാൾട്ടി ഗോളാണ് ഗൈസ് അടിച്ചിരിക്കുന്നത്. ഗോൾ ഫുള്ള് സ്പെയിനാണ്. ബട്ട് നമുക്കും ഉണ്ട് ഗൈസ് പുറകിൽ. ഇവനല്ലടാ നമ്മളെ മറ്റേ റൊണാൾഡോനെ ഇഞ്ചുറി ആയിട്ട്. ഗൈസ് 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 നമുക്ക് യുവ കളിയാണ് ഗൈസ്. യമാൽ 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 ഹാഫ് ടൈം ആയി. പെട്ടെന്ന് ഹാഫ് ടൈം ആയ പോലെ ഉണ്ട് ഗൈസ്. റൊണാൾഡോ ഒരു ഗോൾ, ബി ഫ്രാൻഡസ് വേറൊരു ഗോള്. 6 ടീമിൽ ഒരു മാത്രം അടിച്ചിട്ടുള്ളൂ. അപ്പോൾ 2 ഉണ്ട് ഗൈസ്. ആടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, ആ ടീം ഞാൻ അടുത്ത് എടുക്കുന്നതായിരിക്കും. നിങ്ങൾ ആരും കമൻ്റ് ഇട്ടില്ലെങ്കിൽ എല്ലാം എടുക്കുന്ന പോലെ തന്നെ നമ്മൾ അർജൻറ്റീന എടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സ്പെയിൻ എടുക്കും. സ്പെയിൻ അത് പാസ് ഇട്ട് കളിക്കാം. ലാസ്റ്റ് തൊട്ടൊരു ഷൂട്ട്. ഇത് നമ്മൾ എന്നാ പറ്റി? ഓഫ്സൈഡായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കി ഇവരുടെ ബോൾ കിട്ടിയെന്ന പ്രശ്നം. വീണ്ടും ഓഫ്സൈഡ്. ഇത് എന്നൊരു ഭയങ്കര ഇതായി. നമ്മൾ ഫൈനലിൽ കുറേ ഓഫ്സൈഡ് കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഓഫ്സൈഡ് ആയിരിക്കും. അല്ല നമുക്ക് കിട്ടിക്കുന്ന നല്ല ചാൻസാണ്. കുക്കുറ ഫൈനലിൽ പറഞ്ഞു കുക്കുറ. അങ്ങനെ നിങ്ങൾ ആരുടെ ഫാനാണെന്നും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കണം. നിങ്ങൾ വീണ്ടും ഓഫ്സൈഡ്. ഇത് ഓഫ്സൈഡ് കീറി മടുത്തിട്ട് ഗൈസ്. ഇവൻ ഇവിടെ നിന്നോണ്ടാണ് മറ്റേത് ഫുൾ പവർ. ഗോൾ കിക്ക് നമ്മളത് അങ്ങോട്ട് അടിച്ചിട്ട് വയസ്സ്. നമ്മൾ അങ്ങോട്ട് അടിക്കും. വീണ്ടും ഷൂട്ട് അടിച്ചു. ഇത് നമ്മളെ കപ്പ് പോർച്ചുഗൽ. പക്ഷേ നമുക്ക് ചിലപ്പോൾ സാധ്യത. ഈ സ്പെയിൻ നല്ല കിണ്ണം കളിക്കാരാണ്. എൻ്റെ ബോൾ കിട്ടിയാലും മതി. പോർച്ചുഗലും എനിക്ക് കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിന് പോർച്ചുഗലിനെ തോൽപ്പിച്ചായിരുന്നു. സ്പെയിനല്ലേ പോർച്ചുഗലിനെ തോൽപ്പിച്ചത്? യെസ്, ഗോൾ കിക്ക് സ്പെയിനാണ്. യമാൽ പോവാ. ഈ യമാൽ പോയി ഗൈസ്. നമുക്ക് കളി എളുപ്പമാവുന്നതാവും. പക്ഷെ യമാൽ കളി എളുപ്പമാക്കൂല. യമാലല്ല ഇതിന് മെയിൻ കളിക്കാരൻ. വേറൊരുത്തരാണ് മെയിൻ കളിക്കാരൻ. നമ്മൾ കപ്പ് പൊക്കിയിരിക്കുന്നു ഗായ്സ്. നമ്മൾ യൂറോപ്യൻ കപ്പ് പൊക്കിയിരിക്കുന്നു. ഗായ്സ് നമ്മളപ്പോൾ യൂറോപ്യൻ കപ്പ് പൊക്കിയിരിക്കുന്നു. യെസ് ഗായ്സ് നമ്മൾ അടിച്ചു. ഗായ്സ് ഇത്രയോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം.
പിന്നെ ഞാൻ പറഞ്ഞ പോലെ അടുത്തത് ഏത് ടീമാണ് നിങ്ങൾ എടുക്കണത് അവർ പറയണം. ആ ടീം ഞങ്ങൾ എടുക്കുന്നതായിരിക്കും, ഞാൻ എടുക്കുന്നതായിരിക്കും. ദ ചാമ്പ്യൻസ് യൂറോപ്യൻ കപ്പ് നേഷൻ 2028 ഗായ്സ്. ഇപ്പോൾ പോർച്ചുഗൽ വെച്ചിട്ടുണ്ട് ഗായ്സ്. അടുത്ത കളിക്ക് ഞാൻ എടുക്കുന്നില്ല ഗായ്സ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമന്റ് ബോക്സിൽ കൊടുക്കണം. പിന്നെ അടുത്ത ഏത് ഇത് എടുക്കണമെന്ന് പറയണം. അത് പിന്നെ നിങ്ങൾ ക്ലബിൻ്റെ കാര്യത്തിലും കുറച്ച് ഇടണം. ക്ലബ്ബ് നമുക്ക് ഏതെടുക്കണം? ഇത്ര ക്ലബ്ബുണ്ട്, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതേ. ഇത്രയും ക്ലബ്ബുണ്ട്, കുറേ ക്ലബ്ബുണ്ട്, ഏഷ്യൻ, കുറേ സൗത്ത് അമേരിക്ക ക്ലബ്ബ്. പിന്നെ നിങ്ങൾ അടുത്ത് ഇതിൽ ഏതെടുക്കണം? വുമൺ എടുക്കണോ അതോ മെൻ എടുക്കണോ എന്ന് പിന്നെ ഫ്രീ കിക്ക് പെനാൽറ്റി ഇതിൽ ഏതെടുക്കണോ നിങ്ങൾ കമന്റ് ബോക്സിൽ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കുറേ പേരുണ്ട്, അവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കാണാം. ബൈ ബൈ.